നമ്മൾ പോകുന്നത് ദുബായ് ഫിഷ് മാർക്കറ്റിലേക്കാണ്. ഫിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഫിഷ് മാർക്കറ്റ് മാത്രമല്ല, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിളിന്റെ മാർക്കറ്റ് ഉണ്ട്. പക്ഷേ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാത്രമല്ല, മീറ്റും കൂടെ ഉണ്ട്. മീറ്റ് മാർക്കറ്റും ഉണ്ട് അവിടെ. ശരിക്കും വാട്ടർ ഫ്രോൺസ് മാർക്കറ്റ് എന്നല്ലേ? അതായിട്ട് ദുബായ് ഡോൾഫിനറിയം ആരെങ്കിലും പോയിട്ടുണ്ടോ? നിത്യഭൂമി പോയിട്ടുണ്ട് അവിടെ, നമ്മൾ ആരും പോയിട്ടില്ല. ക്രീം പാർക്ക് നമ്മൾ കഴിഞ്ഞു. ഇത് സാലിക് ഗേറ്റ്. 4 ദിർഹംസ് നമ്മുടെ സാലിക് അക്കൗണ്ടിൽ നിന്ന് കട്ടായി. അല്ല ഷൈജി, സൈഡിൽ നോക്ക്, ക്ലോക്ക് ടവർ. ദുബായിലെ പണ്ടത്തെ ലാൻഡ്മാർക്കാ. ദുബായ് ബുർജൽ അറബും ഈ ക്ലോക്ക് ടവറും പണ്ട് മുതലുള്ളത്. പിന്നെ ഒരു ജൈന്റ് വീൽ അല്ലേ, അത് ഷാർജയിലെ ജൈന്റ് വീലാന്ന് തോന്നുന്നു അല്ലേ? ഇത് എന്റെ പഴയ ഓഫീസ് കഴിഞ്ഞു പോയി. ഇപ്പൊ അത് ഞാൻ പറയാൻ വരുവായിരുന്നു. അങ്ങനെ നമ്മള് ദുബായ് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് എത്തി. പാർക്കിങ്ങിലേക്ക് ഇറങ്ങുവാണ്. താങ്ക് യു ചേട്ടാ. അവിടെ ബോർഡ് എഴുതി വെച്ചേക്കുന്നല്ലേ. ഫ്രീ പാർക്കിംഗ് ആണ്, 7 days 24 hours. പാർക്കിംഗ് കിട്ടുവാടെ ഏതോട്ടാ നോക്കണേ. ഇപ്പൊ നമ്മൾ അതിന്റെ അകത്ത് കേറി ഇതേണ്ടേ പ്രധാനപ്പെട്ട എല്ലാ ലാൻഡ്മാർക്കും ഈ പിക്ചറിനകത്തുണ്ടല്ലേ. കേറി വരുന്ന അവിടെ ഒരു വലിയൊരു പെയിന്റിംഗ് ആണ്, ദുബായിന്റെ എല്ലാ ഇതുള്ള. ഏതൻകുട്ടനെ യുവക്കുട്ടീനെയും ഇസക്കുട്ടീനെയും നമുക്ക് പിള്ളേര് കളിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ കയറ്റാം. അഥവാ നമ്മള് മീനൊക്കെ നോക്കുന്ന സമയത്ത് അവരവിടെ ഇരുന്ന് കളിച്ചോളും. അരമണിക്കൂർ നേരം കളിക്കാൻ തുടങ്ങി. ഊർന്ന് വരുന്നതിലൊക്കെ കേറുന്നുണ്ട്. അതിന്റെ അകത്തേക്ക് കേറിയും തോന്നല്ലേ. എന്താ ഏതൻകുട്ടന്റെ കയ്യിലെ ബ്രേസ്ലെറ്റ് ഊരി മേടിച്ചതാണ്. കൊച്ചിന്റെ കയ്യാലെ ബ്രേസ്ലെറ്റ് ഊരി കൊടുത്തരാം കേട്ടോ, അല്ലെ കളിക്കുമ്പോ അങ്ങനെ പോയെങ്കിലോ. ഓക്കെ, ഞാനിപ്പോ തന്നെ വിടാല്. നമുക്ക് ഫിഷ് മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് കയറാം. നോക്കത്താ ദൂരത്തോളം ഫിഷിന്റെ കടകളാണ്. ഇങ്ങനെ A1 A2 A3 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ABCD അങ്ങനെ കൗണ്ടറിൽ ഓരോ നമ്പർ ഇട്ടിട്ടുണ്ട്. ഓരോ കടയ്ക്കും ഓരോ പേരും ഉണ്ടാവും. എനിക്ക് തോന്നുന്നൊരു 10-200 കട ഉണ്ടാവും അല്ലേ ഇതിൻ്റെ ഉള്ളിൽ തന്നെ. മീനിൻ്റെ കടകൾ, ഞണ്ട്, ശേരി, അങ്ങനെ നമുക്കറിയാവുന്നതും അറിയാത്ത എല്ലാ മീനുകളുണ്ട്. ലോബ്സ്റ്ററൊക്കെ ഇരിക്കുന്നതൊക്കെ എന്ത് വലുപ്പമാണെന്ന് നോക്കി. പ്രോൺസ് തന്നെ എത്ര ടൈപ്പാന്ന് നോക്കി അല്ലേ. ചെറുത്, വലുത്, മീഡിയം, എന്തെല്ലാം സൈസുകളാന്ന് നോക്കി. നല്ല നീറ്റായിട്ട് വെച്ചേക്കുന്നത്. ഒരു പ്രത്യേകത ഉണ്ട്, നീ നമ്മുടെ പണ്ടത്തെ ഫിഷ് മാർക്കറ്റിലെ ദുബായിലെ അത്ര വൃത്തിയില്ലായിരുന്നു, ഭയങ്കര സ്മെല്ലൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ സ്മെല്ലൊന്നും അങ്ങനെയില്ലല്ലോ, നല്ല നീറ്റായിട്ട്. നല്ല നല്ല നീറ്റായിട്ട് വെക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ക്ലീൻ ചെയ്യും. ഇത് ഹമൂറാന്ന് എനിക്ക് തോന്നുന്നത്. ശരി, ഇതായിരിക്കുന്നു മീനിന്റെ മുട്ട. എന്ത് രസമല്ലേ കാണാൻ, നല്ല രസമുണ്ട്. എങ്ങനെ കഴിക്കാൻ എങ്ങനെയാന്ന് അറിയത്തില്ല. അതിങ്ങനെ പൊട്ടിത്തെറിക്കൂലേ? പൊട്ടിത്തെറിക്കും വറക്കുമ്പോ. പണ്ടെപ്പോഴോ നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങിയിട്ടുണ്ട്, ഇത് പൊട്ടിത്തെറിച്ചുകൊണ്ട് പിന്നെ എന്റെ ഒരു മടിയായി പോയി. കിങ് ഫിഷ് നോക്കി വെച്ചേക്കുന്നേ. ഇത് സാൽമൺ അല്ലേ? മുറിച്ച് വെച്ചേക്കുന്നതല്ലേ. തിരക്ക് തുടങ്ങിയിട്ടില്ല, എന്നാലും ആൾക്കാരൊക്കെ ഉണ്ടല്ലേ. ദുബായിയുടെ മീന് ഇതാണ് ശരി. ഫിഷ് അല്ലേ ഇത് ഗ്രില്ല് ചെയ്യാനും വറക്കാനൊക്കെ നല്ല അടിപൊളി കേട്ടോ ടേസ്റ്റ്. ഇതിപ്പോ ചെറുതാണ്, ഇതിന്റെ വലുത് കിട്ടും. നമ്മള് ഇടയ്ക്ക് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത് 2 കിലോന്റെ ഒക്കെ 2-3 കിലോ മേടിച്ചിട്ട് ഗ്രില്ല് ചെയ്യാൻ പോകും. ഇവരോട് മീൻ മേടിച്ചാലോ, നല്ല മീനല്ലേ. ഇതിനൊക്കെ വലുത് ഇപ്പുറത്തുണ്ടല്ലോ, ഇവരുടെ തന്നെ കടയില്. ഇത് നല്ല നല്ല വലിയ സൈസ് അല്ലേ ഇത്. ഞാനൊരു കാര്യം ചെയ്യാം, അത് അയാളുടെ നോക്കി ഈ മീൻ ജീവനുള്ളതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കൈ കൊണ്ട് ഞെക്കുവാണേ. അറിയാവുന്ന ഹിന്ദി വെച്ചിട്ട് പേശി വാങ്ങാൻ നോക്കട്ടെ. 1 കിലോ പ്രോൺസിന് 25 ദിർഹംസാണ് പറഞ്ഞേക്കുന്നത്. വെള്ള ആവോലി
എന്ത് രസമല്ലേ ഇതിനെ വെച്ചേക്കുന്നതാണ്. എന്തായാലും നമ്മൾ നന്നാക്കുന്ന സ്ഥലത്തോട്ട് പോവാണ്. നമ്മൾ ഫിഷ് അവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ട് തൊട്ടിപ്പുറത്ത് ഇത് ക്ലീൻ ചെയ്യുന്ന കൗണ്ടർ ഉണ്ട്. 1 കിലോയ്ക്ക് 2 ദിർഹംസ് മുതൽ 2.50, 3 അങ്ങനെ പല റേഞ്ച്. മീനിൻ്റെ വലുപ്പം അനുസരിച്ച് റേറ്റ് മാറും. ഇത് ഫിഷിന്റെ കട പോലെ തന്നെ കുറേ ഉണ്ട് കേട്ടോ. ക്ലീൻ ആക്കുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ട്. നമുക്കൊരു ടോക്കൺ തരും. ആ ടോക്കൺ നമുക്ക് ഈ TV-യിൽ നോക്കിയാൽ മതി. നമ്മുടെ ടോക്കണിൻ്റെ ടൈം ആയോന്ന് കളക്ട് ചെയ്യാനുള്ള സമയമായെങ്കിൽ അവിടെ പോയിട്ട് മീൻ കളക്ട് ചെയ്യാം. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് മീറ്റ് മാർക്കറ്റിലേക്ക് അല്ലേ. മട്ടൺ, ബീഫ് അങ്ങനെ എല്ലാത്തരം മീറ്റുകളുണ്ടാവും ഇവിടെ. നമ്മൾ ഇടയ്ക്ക് വന്ന് ബീഫ് വാങ്ങുന്ന സ്ഥലമാണിത്. ഇവരടുത്ത് നമ്മൾ അധികം വാങ്ങാറല്ലേ. അത്യാവശ്യം നല്ല നല്ല പറയുന്ന പീസ് മുറിച്ച് തരും അവർ. ഹലുവ കഷ്ണം പോലത്തെ ബീഫ് മുറിച്ച് തന്നിട്ടുണ്ട്. മേലെ അച്ഛ അത് മീനിന്റെ ചിപ്സ് ആണോ മേലെ ഇരിക്കുന്നത്? ഈ കുഞ്ഞുമീൻ നമ്മൾ മേടിച്ച് ഓർക്കുന്നുണ്ടോ പണ്ട് നമ്മൾ 2012 അല്ലേ? ഇതാ ഞാൻ പറഞ്ഞ ചെറിയ മീന്. കൊടംപുളിയൊക്കെ ഉണ്ടല്ലോ. പിന്നെ മീൻ മേടിച്ചാ പിന്നെ കറി വെക്കേണ്ട സാധനം കൂടെ കൊടുക്കണ്ടേ, അതുകൊണ്ടായിരിക്കും. ചെറിയ മുള്ളമീന്. ഇതിന്റെ പിന്നെ ഉണക്കമീൻ ഒപ്പിച്ച് കൊണ്ടുപോകുമ്പോൾ ഭയങ്കര സ്മെല്ലായതുകൊണ്ട് നമ്മളിപ്പോ മേടിക്കല് കുറച്ച് കുറവ്. ഫ്ലാറ്റ് ആയതുകൊണ്ട് മീൻ വറുത്താല് അടുത്ത 4 ഫ്ലാറ്റിന് അപ്പുറത്ത് വരെ മണം എത്തും. അതുകൊണ്ട് ഇങ്ങനെ നമ്മളങ്ങനെ വാങ്ങൽ കുറവായി ഇപ്പം കുറേ ആയിട്ട്. പണ്ട് വലിയ താമസിച്ച സമയത്ത് വാങ്ങുമായിരുന്നല്ലോ നമ്മൾ. ഏതിനെ കുറച്ച് വെള്ളം കൊടുക്ക്, മടുത്തു. ഇതിന് വെള്ളം കുടിക്കാൻ വന്നു, ദാഹിച്ചു പോയി. കളിച്ച് എന്റെ ഓർഗൻസ് എന്നോട് തന്നെ പറയാ, എടാ ബ്രേക്ക് എടുക്ക്, വെള്ളമെങ്കിലും കുടിക്കണമെന്ന്. നല്ല രസമായത്. ചിരി നോക്കി വേർത്ത് കുളിച്ചിട്ടാണല്ലേ, ചാടി ഓടി കളിച്ചിട്ട്. അടുത്ത ഓടുവാണോ കടയിലേക്ക്? കളിപ്പാട്ടം നോക്കാൻ പോവാണോ? ഞങ്ങൾക്ക് ഒരിക്കലും മതിയാകൂല. 100 കിട്ടിയാൽ പോലും മതിയാകൂല. ഫിഷ് മാർക്കറ്റിന്റെ മോള് സീലിംഗ് എല്ലാം കണ്ടില്ലേ, നല്ല ഫിഷ് വെച്ച് തന്നെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ഫിഷ് ഉണ്ടെന്നാണോ? ഫിഷ് മാർക്കറ്റിന്റെ സീലിംഗ് എല്ലാം ഫിഷ് കൊണ്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. കണ്ടോ നോക്കി, ഈ ഷോപ്പ് നോക്കിയാൽ നല്ല രസമല്ലേ, ലൈറ്റുകള് പല ടൈപ്പ്, പല ടൈപ്പ് ലൈറ്റുകൾ, നല്ല രസമല്ലേ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അവിടെ വീട്ടിൽ കുത്തി നിർത്താനാ?
ചുട്ടി പിടിച്ചൊക്കെ നോക്കുന്നു. ചെരുപ്പിന്റെ ഉണ്ട്. ചുട്ടി ചെരുപ്പും മീനൊക്കെ എങ്ങനെ നോക്കുവാണ്. അതുണ്ടോ ചുട്ടിന്റെ കൈൻ്റെ അടുത്ത് ഇരിക്കുന്ന ചെരുപ്പ്? കളർഫുൾ ചെരുപ്പ് കേട്ടോ അത്. കുപ്പീൻ്റെ ഒരു സാധനം വാങ്ങിക്കാൻ പറ്റുമോ? എന്താണ്? എന്തെങ്കിലും 2 ചെരുപ്പ് വാങ്ങി തരട്ടെ? താഴോട്ട് വെക്കുമ്പോഴേ പൊട്ടി പോകല്ലേ. ഐസ്ക്രീം വാങ്ങിച്ചത്. ഇത് നോക്കിക്കേ. എന്താ? റോയൽ സബാറോ? സബാർ എന്താ? അത് തേനാണ്, പല ടൈപ്പ് തേന. വൈറ്റ് കളറുള്ള തേൻ കണ്ടോ? അതിലാ കണ്ടു. എല്ലാം പല ടൈപ്പ് തേനുകളല്ലേ. ഇനി സ്പ്രേ, പല ടൈപ്പുള്ള പെർഫ്യൂംസ് ഇങ്ങനെ വെച്ചേക്കുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലേ. നല്ല കളറല്ലേ എനിക്ക്? നല്ല കളർഫുൾ അല്ലേ? എല്ലാ കളറും ഉണ്ട്, എല്ലാ സൈസും ഉണ്ട്, എല്ലാ ഷേപ്പും ഉണ്ട്. അല്ലെ നമ്മൾ ഫിഷ് മേടിച്ച ചേട്ടനെ എന്നോട് പെട്ടെന്ന് പിന്നെ നമ്മുടെ ചാനലിന്റെ പേരൊക്കെ ചോദിച്ചു. ആണോ? ചേട്ടനോർത്ത് നമ്മൾ ഭയങ്കര വലിയ യൂട്യൂബേഴ്സ് ആണ്. അവർക്ക് അറിയത്തില്ലല്ലോ. എന്നെ കൊണ്ട് ടൈപ്പ് ചെയ്യിപ്പിച്ചു. പുറത്തേക്ക് ഇറങ്ങിയാൽ ഇതാണ് നമ്മൾ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് എന്ന് പറയുന്നത്. കടലിൽ ഇങ്ങനെ കയറി കിടക്കുന്നതാണ്. അപ്പോൾ അതിന്റെ സൈഡിൽ തന്നെയാണ് ഈ മാർക്കറ്റ് ഉള്ളത്. ഇനി കുറെ റെസ്റ്റോറന്റുകളുണ്ട് ഇവിടെ. ഇവിടുന്ന് നമുക്ക് ബോട്ടിൽ കയറാം. നമുക്ക് അടുത്ത ആഴ്ച അങ്ങനെ ഗുബൈയിൽ പോയിട്ട് അവിടെ നിന്ന് ബോട്ടിൽ കയറാം നമുക്ക്. അവിടെ വൈകുന്നേരം ഉച്ചയ്ക്കൊക്കെ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. ഒരു മീൻ മേടിച്ച് അവിടെ നിന്ന് മേടിച്ച് വെട്ടാനൊക്കെ കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് കടലിന്റെ സൈഡിലൊക്കെ നിന്ന് കാറ്റൊക്കെ കൊണ്ട് മെല്ലെ പോയാൽ മതിയല്ലോ അല്ലേ? ഉണ്ട് മേലത്തെ നിലയില്. പണ്ട് നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പോ ഹിറ്റ് എഫ്എമ്മിന്റെ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. എന്തോ പാട്ടും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. മമ്മി ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ. ഇതാണ് നമ്മള് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിളിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുകയാണ്. അതിനേക്കാൾ മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ പറയുന്നത് ഒരു ഫ്രൂട്ട് വാങ്ങിച്ചു തരുമോ? ഏതാണ് വേണ്ടത്? ഞാനൊന്ന് ആലോചിക്കട്ടെ. നീ ഒന്ന് ആലോചിക്കട്ടോ. അപ്പൊ പിന്നെ അത്യാവശ്യമുള്ളതല്ല. തണ്ണിമത്തൻ, ബത്തക്ക, ഫ്രൂട്ട്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് എന്ത് രസമല്ലേ. നല്ല രസമുണ്ടല്ലോ എടുത്ത് വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ബനാന മതി. നല്ല കളർഫുൾ അല്ലേ നോക്കി? കളർ ബനാനയോ ബനാനയോ ആപ്പിളോ നോക്കി എന്ത് രസമാണല്ലേ. ഇത് കണ്ടോ? ഇത് നമ്മൾ ഈ റോഡിന്റെ സൈഡിലേക്ക് ഒരു മരത്തെ കായ്ക്കുന്ന കായ. അത് കളർ നോക്കി, വാഴച്ചുണ്ട് പോലെ അല്ലേ കണ്ടാല്. അതാ മാർക്കറ്റ്, പണ്ടത്തെ ഫിഷ് മാർക്കറ്റില് ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നല്ലേ? കുറച്ചപ്പുറത്ത്. പക്ഷെ ഇത്രയൊന്നും ഇല്ല. ആ മുളകിന്റെ കളർ നോക്കിയാൽ നല്ല ഗ്ലേസിങ്, പോളിഷ് അടിച്ച പോലെ മുളകിന്. ബേബി ടൊമാറ്റോ ഒരു ദിവസം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിളിന്റെ സ്വർഗം പോലെയാ, അല്ലാതെ ഷോപ്പൊന്നുമല്ല. പർപ്പിൾ കളറ് കാബേജ് ഇരിക്കുന്നു. തണ്ണിമത്തൻ സ്ലൈസ് ചെയ്ത് വെച്ചേക്കോ. കുരു കുറവാണല്ലേ ഇതിന് നോക്കി? കുരു കുറവല്ലേ? കുറച്ച് കുരുവുള്ളല്ലോ. തോന്നുന്നത് തക്കാളിയൊക്കെ ഞെട്ടടക്കം നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. വെണ്ടയ്ക്കൊക്കെ തന്നെ പ്രത്യേക കെയർ, പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റൊക്കെ VIP വെണ്ടയ്ക്ക. VIP വെണ്ടയ്ക്ക എന്തുകൊണ്ട്?
സ്ട്രോബെറി നേരത്തെ ആവട്ടെ എന്നോട് പറയുമായിരുന്നു സ്ട്രോബെറി വേണം. സ്ട്രോബെറി വേണോ? അതെ, ഇവാകുട്ടിക്ക് വേണ്ടത് ഈ വലിയ പാക്കറ്റാ. ഇവിടെ നല്ലതല്ലേ, നാട്ടിൽ പോകുമ്പോ ഡേറ്റ്സ് മേടിക്കാൻ ഏറ്റവും ലാഭം. നമ്മള് അല്ലാതെ ഇവിടുന്ന് മേടിക്കുമ്പോൾ മജ്സൂൾ ഡേറ്റ്സിനൊക്കെ 40-50 ദിറംസ് ഒക്കെ കിലോയ്ക്ക്. ഇവിടെ 5 കിലോന്റെ ബോക്സ് ഉണ്ട്, 110 ദിറംസ് 115 ദിറംസ് ഒക്കെ ആവുള്ളൂ. ജോർദാൻ, ഇസ്രായേൽ അങ്ങനെ പല രാജ്യത്തുള്ള കിട്ടും. നല്ല ഡേറ്റ്സാണ്. നാട്ടിൽ പോകുന്നൊരിതാ ഈ ബോക്സ് ഇല്ലേ, ഈ ബോക്സിൽ 5 കിലോ ഉണ്ട്. 5 കിലോൻ്റെ ഈ ബോക്സിന് 115 110 അങ്ങനെ ആ റേഞ്ചിൽ കിട്ടും. നല്ല ഫ്രഷാണ്, നല്ല സോഫ്റ്റാണ്, നല്ല മധുരമുള്ളതാണ്. നമ്മളധികം നാട്ടിൽ പോകുമ്പോ ഇവിടുന്ന് മേടിക്കാറല്ലേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാങ്ങിച്ചില്ലേ, നല്ല എല്ലാവർക്കും നാട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നത്. അതുപോലെ നല്ലതുമാണ്, വിലയും വലിയ ഇതില്ല. ബോക്സ് ഇല്ലെങ്കിൽ നമുക്ക് 1 കിലോ മതി, 1 കിലോയ്ക്ക് എത്ര 22-23 ദിറംസിന് കിട്ടും. ഇതൊക്കെ നല്ല സൗദിയാണെന്ന് എനിക്ക് തോന്നിയത്. യെല്ലോ ആയിട്ടിരിക്കുക, കുറച്ച് പഴുപ്പ് പറഞ്ഞായിരിക്കും. പല ടൈപ്പ് ഉണ്ട്. ജോർദാനൊക്കെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളവിടെ ഇടയ്ക്ക് വാങ്ങുന്ന. കൊച്ചിന് ഫോണുണ്ടോ? എവിടെ? ഏത് ഫോണ്? നീ ഒരു ശങ്കരാടിയോ? ഇതാണോ രേഖ എന്ന് പറഞ്ഞ പോലെ? ഫോണില്ലാത്ത ഫോണിന്റെ വേറെ ഫോണില്ലാത്ത ഫോണിന്റെ കവറ്. നമ്മളിപ്പോ ഫിഷ് മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നേരെ വീട്ടിലേക്ക് പോയേക്കാം അല്ലേ? എനിക്ക് വിശക്കുന്നുണ്ട്. നമുക്ക് വീട്ടിൽ പോയി കഴിക്കാടാ കൂട്ടാ. നല്ല ചോറും ബീഫ് കറിയും മോര് കറിയും അച്ചാറും ഉണ്ട്. കാബേജ് തോരനും അതും ഉണ്ടോ? ഓഹോ, നമുക്ക് വീട്ടിൽ പോയി കഴിക്കുന്നല്ലേ നല്ലത്. റെസ്റ്റോറന്റ് ആണോ വീട്ടിൽ? നിത്യാസ് കിച്ചൺ. ഇത് പപ്പച്ചി ഓഫീസിൽ ചോറ് കൊണ്ടുപോകുന്നോണ്ട് കറിയാക്കി വെക്കും. ഞങ്ങൾ ഇനി ഇത് കൂട്ട് പുതിയ വീഡിയോ ആയിട്ട് വരും. എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.